കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ആദിത്യ, കല്യാണ ലെറ്റർ കിട്ടിയ സ്ഥിതിക്ക് നാഗദേവതയുടെ മുന്നിൽ കല്യാണ ലെറ്റർ കൊണ്ടുവച്ച് അനുഗ്രഹം വാങ്ങിക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. എന്താ, ശരിയല്ലേ? എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. നിനക്കറിയില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ആദ്യത്തെ കല്യാണ ലെറ്റർ നമ്മുടെ കുലദൈവമായ നാഗദേവതയുടെ മുന്നിൽ വെച്ച് ആശീർവാദം വാങ്ങിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ആദിത്യ, എന്താന്ന് വെച്ചാൽ അമ്മായി പോലും എന്നെ മനസ്സിലാക്കുന്നില്ല. നീയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കണം. എന്ത് മനസ്സിലാക്കണം? എന്ത് മനസ്സിലാക്കണമെന്നാ? എന്റെ മോനെ കൊണ്ട് ഭവാനിയെ കല്യാണം കഴിപ്പിക്കണം എന്നുള്ള അത്യാഗ്രഹത്തില് ഞാൻ എന്തൊക്കെ ചെയ്തു കൂട്ടി എന്നുള്ള കാര്യം സത്യ. അതൊക്കെ തെറ്റാണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഒന്നുണ്ട്, 2 വർഷം നിന്നെ തടവിൽ വെച്ചിരുന്നത് സത്യമായിട്ട് ഞാനല്ല മോനെ ആദിത്യ. അത് നിനക്ക് പിന്നീട് മനസ്സിലാവും മോനെ. ഞാനൊരു അത്യാഗ്രഹിയാണ്, ശരി തന്നെ. പക്ഷെ ഞാനൊരു മോശക്കാരനല്ല. ഭവാനിയും അർജുനും നല്ലതായിരിക്കണം എന്നുള്ളത് കരുതിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. അവർ രണ്ടോടത്തും പറഞ്ഞിട്ട് അവിടെ പോയി കല്യാണ പത്രിക വെച്ച് പ്രാർത്ഥിച്ചിട്ട് വരാൻ പറയൂ. ആദിത്യ, എന്താ പറ്റി? കല്യാണം ഉറപ്പിച്ചതിന് ശേഷം അവരുടെ രണ്ടുപേരുടെയും ജാതകം നമ്മൾ പുറ്റിന്റെ പുറത്തു വെച്ചു. നാഗദേവത ആ 2 ജാതകങ്ങളെയും അനുഗ്രഹിച്ചു. അതുകൊണ്ട് ആദ്യത്തെ ക്ഷണപത്രിക പുറ്റിന്റെ പുറത്തു വെച്ച് നാഗദേവതയുടെ അനുഗ്രഹം വാങ്ങുന്നത് എല്ലാം കൊണ്ട് നന്നായിരിക്കും. വരൂ, നമുക്കിറങ്ങാം. നമ്മളൊക്കെ എന്തിനാ പോകുന്നത്? അവര് രണ്ടുപേരും കൂടി പോയിട്ട് വരുന്നതല്ലേ നല്ലത്. അതെന്താണ് കാര്യം എന്ന് വെച്ചാല്, അവർ രണ്ടുപേരും പോയാൽ സ്വസ്ഥമായിട്ട് അവർ സംസാരിച്ചും പറഞ്ഞ് പോയിട്ട് വരുമല്ലോ. അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ നാണിക്കാതെ രണ്ടുപേർക്കും പരസ്പരം പറഞ്ഞു തീർക്കാമല്ലോ. ആ പറഞ്ഞത് ശരിയാ. ഭവാനി, നീയും അർജുനും കൂടി ക്ഷണക്കത്ത് കൊണ്ടുപോയി ആശീർവാദം വാങ്ങിച്ചിട്ട് വാ. കൗസല്യേ, വേണ്ടത് ചെയ്തു കൊടുക്ക്. അർജുൻ, നീ പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വാ. നീ നാഗക്ഷേത്രത്തിനടുത്തെത്തുന്നതിന് മുമ്പ് തന്നെ നിന്റെ കാര്യത്തിലൊരു തീരുമാനമാകോടാ. നീ എന്റെ ജീവനാന്ന് അങ്ങ് എന്നോട് പറഞ്ഞതല്ലേ? എന്നെ കാണാതെ, എന്നോട് ഒരു വാക്ക് പോലും മിണ്ടാതെ അങ്ങക്ക് എങ്ങനെ ഇതിന് സാധിക്കുന്നു? അങ്ങക്ക് വേണ്ടി എന്റെ ജീവൻ പോലും വെടിയാൻ ഞാൻ തയ്യാറാ. പക്ഷെ അങ്ങയുടെ ജീവൻ എങ്ങനെ തിരികെ കൊണ്ടുവരണം എന്നുള്ളത് എനിക്കറിയില്ല പ്രഭു. അങ്ങക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നത് കണ്ടിട്ട് മറ്റൊന്നും ചിന്തിക്കാതെ എന്റെ ജീവിതം അവസാനിപ്പിച്ചാലോ ഞാൻ ചിന്തിക്കുകയാണ്. എന്നാൽ ഞാൻ മരിച്ചുപോയ അതിനുശേഷം അങ്ങ് കണ്ണു തുറന്ന ഞാനില്ലാതെ അങ്ങ് ജീവിക്കില്ല എന്നുള്ള ഭയത്തില് മരിക്കാനും കഴിയാതെ ഞാൻ വിഷമിക്കുകയാണ്.
നമ്മൾ നാഗഗണത്തിന് ഒരുപാട് വിശേഷപ്പെട്ട ഗുണങ്ങളുണ്ടെന്നാ പറയുന്നത്. പക്ഷെ എന്റെ ഏത് ശക്തി പ്രയോഗിച്ചിട്ടും എനിക്കെന്താ അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിയാത്തത്? ഇനി എന്താ ചെയ്യേണ്ടെന്ന് അങ്ങ് പറഞ്ഞു തരൂ. ഈ പ്രശ്നത്തിന് നമ്മൾ എങ്ങനെയാ തീർപ്പ് കൽപ്പിക്കുന്നത് ഗുരു? നമുക്ക് ശക്തിയുള്ളത് പോലെ തന്നെ മനുഷ്യജാതിയിലുള്ള ചിലർക്കും ദൈവശക്തി, മന്ത്രശക്തി, താന്ത്രിക ശക്തി വരെ ഉണ്ടാകും. അങ്ങനെയുള്ള ഏതോ ശക്തി അവരുടെ കയ്യിലുള്ളത് കൊണ്ടാണ് നമ്മുടെ ശക്തി അവരുടെ മുന്നിൽ പരാജയപ്പെട്ടു പോകുന്നത്. അതൊരു സത്യമാണ് മോളെ. അവരുടെ അടുത്തുള്ള ശക്തി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പ്രതിവിധി എന്താണെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അതറിയുന്നതിന് മുൻപ് എന്റെ പ്രഭുവിനെ രക്ഷിക്കാനുള്ള ഒരു അവസരം നഷ്ടപ്പെടുമെന്ന് ഓർത്തിട്ട് എനിക്ക് ഭയം തോന്നുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് നിനക്ക് പനീന്ദ്രന്റെ കണ്ണുകളിൽ കാണാൻ സാധിക്കും. അതാരാണെന്ന് കണ്ടെത്തി അതിന്റെ പ്രതിവിധി ചെയ്യാൻ മോള് തന്നെയാണ് ശ്രമിക്കേണ്ടത്. ശരി ഗുരു. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. പ്രഭു, എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നല്ലാതെ പക്ഷെ ധാര എടുത്തോണ്ട് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ. എന്റെ പ്രഭുവിനെ ഉപദ്രവിച്ച് ആ മാണിക്ക് എടുത്തോണ്ട് പോയത് ആരായിരിക്കും? അതാരെന്ന് തിരിച്ചറിയുന്നതിന് ഉറപ്പായി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ചെയ്തിരിക്കും. എന്ത് സുന്ദരിയാ എന്റെ കുട്ടി. ഇപ്പൊ തന്നെ കല്യാണ പെണ്ണിനെ പോലുണ്ട്. ശരിക്കും കല്യാണത്തിന്റെ എല്ലാ സന്തോഷവും നിന്റെ മുഖത്ത് കാണാനുണ്ട്. ആരുടെയും കണ്ണ് തട്ടാതിരിക്കട്ടെ. അളിയ, അളിയ ഡ്രസ് എങ്ങനെയുണ്ട്? അളിയ, അളിയനെ ഈ ഡ്രസ്സിൽ കാണുമ്പോ കല്യാണ പന്തലിൽ ഇരിക്കുന്ന മണവാളനെ പോലുണ്ട്. അളിയ, അളിയനെ ഈ ഡ്രസ്സിൽ കാണുമ്പോഴേ ശരിക്കും കൃഷ്ണനാഥ പണിക്കരുടെ മരുമകൻ തന്നെ. ഒരു മിനിറ്റ്. അളിയ, ഇപ്പൊ ശരിക്കും കൃഷ്ണനാഥ പണിക്കരുടെ പിന്മുറക്കാരൻ തന്നെ. ചുമ്മാ ജോക്ക് പറയാതെ പോളിയ. അയ്യോ, ഇത് ജോക്കൊന്നുമല്ല അളിയ. എന്റെ അനുജത്തിയെ അളിയനെ ഈ ഗെറ്റപ്പിൽ കണ്ടാലുണ്ടല്ലോ
ദേവാസുരം, രാജമാണിക്യം, രാവണപ്രഭു എല്ലാ സിനിമയിലും നീയാണ് ഹീറോ എന്ന് അവള് ഫിക്സ് ആക്കും. അപ്പോ അളിയന്റെ സഹോദരിയെ കണ്ടിട്ട് ഞാൻ എന്താ വിചാരിക്കണ്ടേ? ഈസിയല്ലേ? എന്റെ ഭാര്യയാണ് എന്റെ ലോകം, അവള് തന്നെയാണ് ദൈവം, അവളല്ലാതെ എനിക്കൊന്നുമില്ല എന്ന് നീ അങ്ങ് ഉറപ്പിക്കണം. അടിപൊളി. വാ നമുക്ക് പോകാം. വാളിയാ പോവാ. വാ. ഈ വീടിന്റെ വെളിയിൽ കാലെടുത്ത് വെച്ച ഉടൻ തന്നെ നിന്റെ അനിയൻ ശവമാവും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് അവന്റെ ശവത്തിന്റെ ഫോട്ടോ എടുക്കാൻ കൂടി നീ തയ്യാറായിക്കോ. കൗസല്യേ, പൂജയ്ക്ക് ആവശ്യമുള്ള പൂക്കളൊക്കെ എടുത്തോണ്ട് പോവാ മോളെ. നിങ്ങൾ രണ്ടുപേരും നാഗപ്പുറ്റില് പാലൊഴിച്ച് അനുഗ്രഹം വാങ്ങിട്ട് വരൂ. ദാ ചെല്ല്. ശരി. പോയിട്ട് വാ മോനെ. ശരി അമ്മ. ഭവാനി,
കാർക്കോടക. അർജുൻ പുറ്റിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവനെ അവിടെ വെച്ച് തന്നെ കൊത്തി കൊന്നുകളഞ്ഞേക്ക്. അവൻ പിടഞ്ഞ് ചാകുന്നത് എനിക്കെന്റെ ഈ 2 കണ്ണുകൊണ്ടും കാണണം.